നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 10/11/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 185, RSS 5 കിലോ 181, ISNR 162 50 പൈസ, ലാറ്റക്സ് 60% DRC ഉള്ള 126 രൂപ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 5 കിലോ 185, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 176, ലോട്ട് കിലോ 163 168. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122 60 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 50 പൈസയാണ്. ഇനി ഫീൽഡ് ലാറ്റക്സ് 163 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിനോളം 8150. 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 9780. 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 11410. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 173, ISNR 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 112. അതിശക്തമായ മഴ കാരണം മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല. കവറിട്ട മരങ്ങളും പോലും വെട്ടാൻ സാധിക്കാതെ നിൽക്കുകയാണ്. കൂടെയുള്ള ചാറ്റൽ മഴയാണ് വെട്ടാൻ പറ്റാതെ പോയത്. മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,185, 1 പവൻ 89,480. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,202, 1 പവൻ 97,616. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,152, 1 പവൻ 73,216. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, കൊപ്ര എടുത്തവിടെ 220, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കൊക്കോ 340, കച്ചോലം ഉണങ്ങിയത് 675, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 155, അടയ്ക്ക പുതിയത് 350, അടയ്ക്ക പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോട് കൂടി 290, ഗ്രാമ്പു 780, ഗ്രാമ്പു നാടൻ 880, പൈനാപ്പിൾ പച്ച 26, പഴം 28, നെല്ല് കിൻഡൽ 2300, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 680, കുരുമുളക് ഗാർബിൾഡ് കിലോ 700, കുരുമുളക് പുതിയത് 670, ചുക്ക് വെസ്റ്റ് 300, കുരുമുളക് വയനാടൻ 660, കുരുമുളക് ചേട്ടൻ 650. കേരളത്തിൽ വരാനിരിക്കുന്ന അതിവാശിയേറിയ പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. അതിവാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം നിയമസഭ ഇനി ഏപ്രിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും കണ്ടു നോക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.